ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? പിന്നെ ഉണ്ടായിരുന്നത് മോന്ത ഇങ്ങനെ ഇരിക്കാനല്ലേ സാർ? കള്ളന് കഞ്ഞി വെച്ചവരെ കഴിഞ്ഞ ജൂലൈ 30-ന് ഉരുള് പൊട്ടിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചാണ് സർക്കാർ. മാറ്റി പാർപ്പിച്ചത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വാടക തരാം, നിത്യകൂലിയായ 9,000 രൂപ മാസം തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മാറി താമസിച്ചതിന് ശേഷം സർക്കാർ ഞങ്ങൾക്ക് ഇപ്പോൾ 9,000 രൂപയും തരുന്നില്ല, വാടകയും തരുന്നില്ല. വെറും വാഗ്ദാനം കിട്ടുകയില്ല. ഞങ്ങൾ ഇവിടുന്ന് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല, ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല. എന്തിന് നിങ്ങൾ മാറ്റി പാർപ്പിക്കണ? സർക്കാർ കാണട്ടെ ഞങ്ങളെ. വോട്ട് ചെയ്യുമ്പോ ആലോചിക്കണം എന്റെ ചേട്ടാ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ചെലവിൽ വിചിത്ര കണക്ക് വയ്ക്കുന്നു സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല? ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായെന്നാണ് സർക്കാരിന്റെ എസ്റ്റിമേറ്റ്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഈ മോഷണം എന്നൊക്കെ പറയുന്നത് ജന്മസിദ്ധമായ ഒരു വാസനയാണ്, കലയാണ്. 359 മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 രൂപ ചെലവ് കണക്കാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട കേട്ടാ. സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി. ഈ വർക്കത്ത് കെട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. എന്റെ മുഖം പോലും ഇവന്റെ ഫോട്ടോ പോലും ഞാൻ കാണും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. കേരളം ഭരിച്ചാൽ ഏറ്റവും വൃത്തികെട്ടാൻ പിണറായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാവിധ തട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പെരുങ്കള്ളനായി മാറിയിരിക്കുന്നു. അത്ര വൃത്തികെട്ടവന് കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.